ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 24-ാം തിരുവാക്യം, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. അപ്പം ജ്ഞാനികളുടെ എണ്ണം വർദ്ധിച്ചേ മതിയാകൂ. ജ്ഞാനികൾ എന്ന് വെച്ചാൽ ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ വ്യക്തികളുടെ എണ്ണം വർദ്ധിക്കണം. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ഈ ലോകത്തിൽ കൂടുതൽ കൂടുതൽ ഭോഷത്വം വർദ്ധിക്കുന്നതിനേക്കാളും ഭോഷത്വം നിറഞ്ഞവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനേക്കാളും ദൈവികമായിട്ടുള്ള ജ്ഞാനം നിറഞ്ഞവരുടെ എണ്ണം വർദ്ധിക്കണം, വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 22-ാം തിരുവാക്യം, സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അപ്പോൾ സകലതും രൂപപ്പെടുത്തുന്നത് ജ്ഞാനമാണ്. ഈ ദൈവിക ജ്ഞാനം രൂപപ്പെടുത്തിയാലേ കറക്റ്റ് രൂപം വരികയുള്ളൂ. അല്ലെങ്കിൽ വിരൂപമായി പോകും, അല്ലെങ്കിൽ രൂപരഹിതമായി പോകും. ജ്ഞാനമാണ്, ദൈവിക ജ്ഞാനമാണ് സകലതും രൂപപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും രൂപം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിരൂപമായിട്ടുണ്ടെങ്കിൽ, ആ മേഖലകളിലേക്കെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനം ഇറങ്ങി വരണം, നിറയണം. അതുകൊണ്ട് ഈ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ഈ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ദൈവമേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. സോളമൻ രാജാവിന് ദൈവം ജ്ഞാനം കൊടുത്തു. ആ ജ്ഞാനം ഉള്ളിൽ വർക്ക് ചെയ്ത് സോളമൻ വിവേകത്തോടു കൂടിയാണ് പെരുമാറിയത്, ദൈവം ജ്ഞാനം കൊടുത്തു കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ആ ജ്ഞാനം കുറയുമ്പോൾ, ഭോഷത്വം കൂടുമ്പോൾ, പിന്നെ ചെയ്യുന്ന പ്രവർത്തികളിലൊന്നും വിവേകം ഉണ്ടാവില്ല. എന്താണ് വിവേകം? പ്രൂഡൻസ്. ഹ്യൂമൻ പ്രൂഡൻസ് ഇസ് ദേ, ഡിവൈൻ പ്രൂഡൻസ് ഇസ് ദേ. മാനുഷികമായിട്ടുള്ളൊരു വിവേകം ഉണ്ട്, ദൈവികമായിട്ടുള്ള വിവേകമുണ്ട്. നമുക്ക് 10 കന്യകമാരുടെ ഉപമ അറിയാം. വിവേകവതികൾ, വിവേകശൂന്യർ. അതായത് വിവേകം ഉണ്ടായിരുന്ന 5 പേര്, വിവേകമില്ലാതിരുന്ന ഫൂളിഷ് വെർജിൻസ്, അല്ലെങ്കിൽ വിവേകശൂന്യരായിട്ടുള്ള 5 വെർജിൻസ്. അപ്പം നമുക്കറിയാം, വിവേകം ഉണ്ടായിരുന്നവർക്കാണ് അകത്ത് പ്രവേശിക്കാൻ പറ്റിയത്. അപ്പം എന്താണ് ഈ വിവേകം? ഡിവൈൻ പ്രൂഡൻസ്, ദൈവിക വിവേകം. പ്രൂഡൻസ് ഇസ് ഈക്വൽ ടു ഫോർസൈറ്റ് പ്ലസ് വെയ്ക്ക്ഫുൾനെസ്. വിവേകം എന്ന് വെച്ചാൽ ജാഗ്രത പ്ലസ് ജാഗരൂകത, ഫോർസൈറ്റ് പ്ലസ് വെയ്ക്ക്ഫുൾനെസ്, ഉണർവ്. അപ്പോൾ ഈ 5 വിവേകമതികളായിട്ടുള്ള കന്യകമാർ, അവർക്ക് ഫോർസൈറ്റ് ഉണ്ടായിരുന്നു, ഒരു ജാഗ്രത. അവർക്ക് മുൻകൂട്ടി ഇങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റി, എങ്ങാനും മണവാളൻ വൈകിയാൽ നമ്മൾ എക്സ്ട്രാ എണ്ണ കരുതണം, അല്ലെങ്കിൽ വിളക്കുകൾ കെട്ടുപോകും. പക്ഷേ വിവേകശൂന്യർക്ക് ആ ഒരു ഫോർസൈറ്റ് ഉണ്ടായിരുന്നില്ല, മുൻകൂട്ടി കാണാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ എക്സ്ട്രാ എണ്ണ കരുതിയില്ല. അപ്പോൾ ആ ഉപമേരെ അവസാനമാകുമ്പോൾ പറയുന്നുണ്ട്, അതുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കുവിൻ, വിജിലൻ്റ് ആയിട്ടിരിക്കുവിൻ, അലേർട്ടായിട്ടിരിക്കുവിൻ. അപ്പോൾ പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർസൈറ്റും വേണം, വെയ്ക്ക്ഫുൾനെസ്സും വേണം, മുൻകൂട്ടിയുള്ള ഒരു സ്പിരിച്വൽ ഇൻറ്റ്യൂഷൻ വേണം. പിന്നെ പ്രസൻറ്റിലായിരിക്കുമ്പോൾ ഉണർവ് വേണം, വെയ്ക്ക്ഫുൾനെസ്, വാച്ച്ഫുൾനെസ്, ജാഗരൂകത. അങ്ങനെ വിവേകം നിറഞ്ഞവരാണ് അകത്ത് പ്രവേശിക്കുന്നത്. ബാക്കിയുള്ളവർ പുറത്താക്കപ്പെട്ടു, വാതിലടയ്ക്കപ്പെട്ടു. എങ്ങനെയാണ് ഈ വിവേകം നമ്മുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലൊക്കെ വരിക? നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണേ. ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടാണ്
നമ്മുടെ പ്രായോഗിക ബുദ്ധിയിൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു ഗ്രഹണം നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പ്രവർത്തികളിലും പെരുമാറ്റത്തിലും വിവേകം വരുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവാക്യത്തിൽ നമുക്കറിയാം, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളുടെ ഒരു ഭാഗമായി തീരണം. ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം. പേഴ്സണൽ പ്രെയറിലും പരിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ ജ്ഞാനം നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഓൾറെഡി സ്വീകരിച്ചിട്ടുള്ള ജ്ഞാനം ഓരോ ദിവസവും വർദ്ധിച്ച് വരണം. ആ ജ്ഞാനം നിറഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ ശരിയായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ശരിക്ക് കണ്ടു കഴിഞ്ഞാലാണ്, ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായാലാണ് നമ്മുടെ നിലപാടുകൾ കറക്റ്റ് ആവുള്ളൂ. Our choices, decisions and steps will be correct, right in God's sight. ദൈവത്തിൻ്റെ കാഴ്ചയിൽ അത് റൈറ്റ് ആയിരിക്കുകയുള്ളൂ, ശരിയായിരിക്കുകയുള്ളൂ.